ഒരു മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു ചേർത്തി വന്നിട്ടുണ്ട്, ഒരു വലിയ ഒരു അമ്മാമ. അമ്മാമ പറയുന്നത് ഈ പിണറായി വിജയന്റെ പറഞ്ഞ ഒരു സുഖമില്ലാന്ന് പറയുന്നത്. നമസ്കാരം. സർക്കാരിനെതിരെ എന്ത് വിടുവായിത്തരം പറഞ്ഞാലും അതൊക്കെ വാർത്തയാക്കാൻ ഒരു പറ്റം മാധ്യമങ്ങളുള്ള സ്ഥിതിക്ക് മറിയക്കുട്ടി ചേർത്തിമാർ ആഘോഷമാണ്. അവർക്ക് ഇക്കാലഘട്ടത്തിൽ നല്ല ഡിമാൻഡാണ്. പക്ഷെ അവർ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകൾക്ക്, അവർ തള്ളിമറയ്ക്കുന്ന കപട രാഷ്ട്രീയത്തിന് അല്പായുസ് മാത്രമേ ഉള്ളൂ. പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചട്ടിയുമെടുത്ത് അടിമാലിയിലെ തെരുവിലേക്ക് ചെന്നു. പിന്നെ നമ്മൾ കണ്ടത് മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന മറിയക്കുട്ടി ചേർത്തിയാണ്. പിന്നെ വായിൽ നിന്ന് വന്നത് മുഴുവൻ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അടച്ചാക്ഷേപങ്ങളായിരുന്നു. വസ്തുതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തരി പോലും ഇല്ല എന്ന് പറഞ്ഞാലും തെറ്റില്ല. തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല, പെൻഷൻ തരുന്നില്ല എന്നൊക്കെയാണല്ലോ മറിയക്കുട്ടി ചേർത്തി പിണറായി സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ മറിയക്കുട്ടി ചേർത്തിയേക്കാൾ പ്രായമുള്ള ഒരു അമ്മയോട് നമുക്ക് ചോദിച്ചു നോക്കാം, എന്താണ് പിണറായി സർക്കാരിനെ പറ്റി പറയാനുള്ളതെന്ന്. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം എങ്ങനെയാ നോക്കിക്കാണുന്നത്? നല്ല ഭരണമാണോ? നല്ല ഭരണമാണ് ഇപ്പോഴത്തെ ഭരണം. ആണോ? നല്ല ഭരണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ പെൻഷൻ കിട്ടണ്ടോ? പെൻഷൻ കിട്ടണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ട്. പെൻഷൻ കിട്ടിയിട്ട് ഒരുപാട് കാലമായിരിക്കും. അത് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ എഴുതി കൊണ്ടുപോയി കൊടുത്തതാ. ഞാനൊന്നിനും പോയില്ല. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങള് സർക്കാരിന്ന് ചെയ്യണ്ട അനുകൂലമായിട്ട് ഞങ്ങൾക്ക് അർജുനങ്ങൾക്ക് ഇത് ഉള്ളതാ, മുൻപന്തില് ഉള്ളതല്ലേ, അതെല്ലാം ചെയ്തു തരുന്നുണ്ട് അല്ലെ? അമ്മച്ചേ, ഒരു മറിയക്കുട്ടി ചേർത്തി എന്ന് പറഞ്ഞ ചേർത്തി ഇറങ്ങിയിട്ടുണ്ട്. ചേർത്തി പറയണേ പെൻഷൻ കിട്ടുള്ള, പിണറായി വിജയന്റെ ഭരണം മോശമാണ് എന്നൊക്കെയാണ് പറയണേ. ഇല്ല, അവരുടെ ഇപ്പോഴത്തെ ഭരണം നല്ല ഭരണ. മറിയക്കുട്ടി ചേർത്തി എടുത്ത് എന്താ പറയാനുള്ളത്? മറിയക്കുട്ടി ചേർത്തി അങ്ങനെ പറഞ്ഞോട്ടെ. നമുക്ക് എന്താ പിന്നെ ഒരു കാര്യം, നമ്മള് ഇപ്പൊ അയ്യപ്പന് പെൻഷൻ കിട്ടുന്നുണ്ട്, എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ആ കാർന്നൂർക്കും കാർന്നൂറ്റിക്കും പെൻഷൻ കിട്ടുന്നുണ്ട്. അവർ മലബാറുകാരാ. ഒരു മലബാറിലായിരുന്നു, ഇപ്പൊ ഇവിടെ വന്ന് താമസിക്കണാണ്. അവർക്ക് രണ്ടുപേർക്കും പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ എന്റെ അനിയത്തിക്കാളി കുട്ടിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. ഇതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എന്തുട്ടാ, ഇനി നമുക്ക് ഒരു കുറ്റവും ഒരു കുഴപ്പമില്ല. അവര് നന്നാവട്ടെ. കേട്ടില്ല? ഇത് സത്യസന്ധമായ ആത്മാർത്ഥമായ അനുഭവിച്ചറിഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പറയുന്നതാണ്. ആ പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചതെന്ന്. ഇനി ഈ സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആ അമ്മ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ട്. അതിൽ കപടതയില്ല. കേവലം കപട രാഷ്ട്രീയത്തിന് വേണ്ടി ചട്ടിയെടുത്ത് തെരുവിലേക്ക് ഇറങ്ങി ഇവർ നാടകം കളിക്കാറില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ പോയി ചോദിച്ചാൽ അവർ സത്യസന്ധമായി അങ്ങ് പറയും. പക്ഷെ ഇതൊന്നും ഒരു മാധ്യമങ്ങളും വാർത്തയാക്കില്ല. കാരണം അവർക്ക് ആവശ്യം നെഗറ്റീവ് വാർത്തകളാണ്. സാധാരണ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സ്വന്തം സംസ്ഥാനം ഏറ്റവും മികച്ചതെന്ന് കാണിക്കാൻ മാധ്യമങ്ങൾ വലിയ തോതിൽ മത്സരിക്കും. പക്ഷെ ഇവിടെ മറിച്ചാണ്. എങ്ങനെ നമ്മുടെ സംസ്ഥാനം ഏറ്റവും മോശമാണ് എന്ന് കാണിക്കാം. ഏത് നമ്മുടെ സംഘികളുടെ BJP-യുടെ പ്രൊപ്പഗാൻഡ, ഏറ്റവും മോശം സംസ്ഥാനം കേരളമാണ് എന്ന് കാണിക്കാനുള്ള ആ പ്രൊപ്പഗാൻഡ എങ്ങനെ നടപ്പിലാക്കിയെടുക്കാം എന്നുള്ള മത്സരത്തിലാണ് ഇവിടുത്തെ പല മാധ്യമങ്ങളും. പക്ഷേ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും സത്യത്തെ അധികം നാൾ ഇങ്ങനെ മൂടി വെക്കാൻ കഴിയില്ല. അത് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. BJP-യെ ജയിപ്പിക്കണം, സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം, BJP സർക്കാർ അധികാരത്തിൽ വരണം എന്ന് തുടങ്ങി കോൺഗ്രസിനും BJP-ക്കും RSS-നും ഒക്കെ വേണ്ടി കുഴലൂത്ത് നടത്തുന്ന മറിയക്കുട്ടി ചേർത്തിയാണ് നമ്മൾ കണ്ടത്. BJP വേദിയിലും കണ്ടു, കോൺഗ്രസ് വേദിയിലും കണ്ടു. എത്ര മറിയക്കുട്ടി ചേർത്തിമാർ തള്ളിമറിക്കുന്ന ചില വിടുവായിത്തരത്തിന്റെ പേരിൽ 10,000-കണക്കിന് അന്തിച്ചർച്ചകൾ നടത്തിയാലും സത്യത്തെ നിങ്ങൾക്ക് മൂടിവെക്കാൻ കഴിയില്ല. അത് ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.